Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics displacement thickness, momentum thickness, energy thickness, and then problems. Last class, എന്താണ് ബൗണ്ടറി ലെയർ, എങ്ങനെയാണ് ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത്, അതേപോലെ ബൗണ്ടറി ലെയർ തിയറിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ ബൗണ്ടറി ലെയർ തിക്നെസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്. ആദ്യം അതിൻ്റെ ഫിസിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി സോളിഡ് boundary surface by which free stream lines are shifted or displaced on account of boundary layer formation. ആദ്യം ഒരു പ്ലേറ്റ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് കേസ് ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ കേസ്, അതായത് ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നോ വിസ്കോസിറ്റി. ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒരു പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ആ കേസിൽ എന്ന് വെച്ചാൽ ഒരു സ്ട്രീം ലൈൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആ സ്ട്രീം ലൈൻ എന്തായിരിക്കും? ഇൻകമിങ് സ്ട്രീം ലൈൻ. അത് വരുന്നത് ഈ പ്ലേറ്റിന് പാരലായിട്ടാണ്. ആ ത്രൂ ഔട്ട് പാരലായിട്ടിനത് പോകുന്നുണ്ട്. ഈ കേസ് എന്ന് വെച്ചാൽ ഐഡിയൽ ഫ്ലോ ആണ്. ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി കൺസിഡർ ചെയ്യുന്നില്ല. മീൻസ് ഈ പ്ലേറ്റിൻ്റെ എഫക്റ്റ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല, ഐഡിയൽ കേസ്. പക്ഷേ ആക്ച്വൽ കേസിലോട്ട് വരുന്ന സമയത്ത് എല്ലാ ഫ്ലൂയിഡ്സിനും വിസ്കോസിറ്റി ഉണ്ട്. അതായത് ഐഡിയൽ ഫ്ലൂയിഡ് അല്ല, റിയൽ ഫ്ലൂയിഡ്സ് ആണ്. അത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താവും? ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. ഓക്കെ, അതെന്താണ്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് പ്ലേറ്റ്, ഫിക്സഡ് പ്ലേറ്റ്, ഫ്ലാറ്റ് പ്ലേറ്റ്. ഇൻകമിങ് ഫ്ലൂയിഡ് ഫ്രീ സ്ട്രീം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റിയിൽ വരുന്നുണ്ടാവും. എന്തുണ്ടാവും? ഈ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. പ്ലേറ്റ് സ്റ്റേഷനറി, നോ സ്ലിപ്പ് കണ്ടീഷൻ. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്തോറും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോകുന്തോറും എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടൊരു ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലോട്ടെത്തും. ഓക്കെ, ഇവിടെ ഞാൻ ബൗണ്ടറി ലെയർ തിക്നെസ്, ഈ ഒരു സെക്ഷനിലെ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് ഡെൽറ്റ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് ഈ ലീഡിങ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇപ്പം ഈ ഒരു ലൊക്കേഷനിലാണെങ്കിൽ ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ് വരിക. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. It is defined as the distance measured perpendicular to solid boundary surface. Distance measured perpendicular to solid boundary surface എന്ന് വെച്ചാൽ ഇതാണ് സോളിഡ് ബൗണ്ടറി. അതിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, ഈ ഒരു ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. പിന്നെ ബൈ വിച്ച് ഫ്രീ സ്ട്രീം ലൈൻസ് ആർ ഷിഫ്റ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഈ ഒരു സ്ട്രീം ലൈൻ ഐഡിയൽ കേസിൽ എന്താണ്? അത് പ്ലേറ്റിന് പാരലായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ സ്ട്രീം ലൈൻസ് എന്തായാലും പാരലൽ ആയിരിക്കില്ല. ഓക്കെ, അതിനൊരു ഷിഫ്റ്റ് ഉണ്ടാവും. സ്ട്രീം ലൈൻ, ഓക്കെ, ഈ ഒരു സ്ട്രീം ലൈൻ ഇവിടെ ഇങ്ങനെ വരുന്ന സ്ട്രീം ലൈനാണ്. അതെന്തുണ്ടാവും? ഇങ്ങനെ പാരലായിട്ട് അതെന്തായാലും പോകുന്നുണ്ടാവില്ല, അതിനൊരു ഷിഫ്റ്റ്. ഓക്കെ, ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഷിഫ്റ്റ് അപ്വേർഡാണോ അല്ല ഡൗൺവേർഡാണോ ഷിഫ്റ്റ്? എന്തായിരിക്കും? ആ ഷിഫ്റ്റ് എന്തായാലും അപ്വേർഡ് തന്നെ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താ വരുന്നത്? ഇപ്പോൾ സ്റ്റഡി കേസാണ്. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക, ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെയുള്ള സെയിം ഫ്ലോ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ. ഓക്കെ, ഇവിടെ ഇപ്പം ഒരു പർട്ടിക്കുലർ ഫ്ലോ ഉണ്ടാവും. പക്ഷേ എന്താ, ഈ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്ലൂയിഡിന് ഇവിടെ ഒരു റിട്ടാർഡേഷൻ വന്നു. ഈ ഒരു ലൊക്കേഷനിൽ എന്ന് വെച്ചാൽ യൂണിഫോം വെലോസിറ്റിയിലാണ് ഫ്ലൂയിഡ് വരുന്നത്. ഫ്ലൂയിഡിന് ബൗണ്ടറി ലെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ്? സെയിം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റിയിൽ ഫ്ലോ വരുന്നുണ്ട്. അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ ഈ സെക്ഷനിലൊരു ഫ്ലോ ഉണ്ട്. പക്ഷേ ഈ ഒരു റീജിയനിലോട്ട് വരുന്ന സമയത്ത് ബൗണ്ടറി ലെയർ ഫോം ചെയ്തു, ഫ്ലൂയിഡ് റിട്ടാർഡ് ചെയ്തു. ഇവിടെ എന്തുണ്ട്? വെർട്ടിക്കൽ ഡയറക്ഷനിലൊരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ ഫ്രീ സ്ട്രീം തന്നെയാണ്, ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലാണ്. പക്ഷേ ഇവിടെ റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. മീൻസ് ഈ ഒരു സെക്ഷനിലും ഈ ഒരു സെക്ഷനിലും സെക്ഷൻ 1 and 2 സെയിം ഫ്ലോ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു അഡീഷണൽ ഫ്ലോ വേണം, കാരണം ഇവിടെ റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ഫ്ലോ, അന്നേരം സ്ട്രീം ലൈൻ എന്ത് ചെയ്യണം? ഔട്ട്വാർഡ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യണം. അല്ലാണ്ട് സ്ട്രീം ലൈൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? അക്രോസ് ദ സ്ട്രീം ലൈൻ ഫ്ലോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. മീൻസ് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നമുക്കൊരിക്കലും വരില്ല. അങ്ങനെയാണെങ്കിൽ സ്ട്രീം ലൈൻസിന് ആ ഫ്ലോ ഇവിടെ ഈ ഒരു ലൊക്കേഷനിലും ഈ ഒരു ലൊക്കേഷനിലും സെയിം ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് എങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യണം?
ഔട്ട്വേർഡ് തന്നെ ഷിഫ്റ്റ് ചെയ്യണം, അല്ലാണ്ട് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്താൽ ഫ്ലോന് ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുക. നമുക്കിവിടെ ഇൻക്രീസ് ഇൻ ഫ്ലോ ആണ് വേണ്ടുന്നത്, ഇവിടെയും ഇവിടെയും സെയിം ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. മീൻസ് സ്ട്രീം ലൈൻസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു ഷിഫ്റ്റ് എത്രത്തോളം ഉണ്ട് അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ സ്റ്റാർ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിലാണെങ്കിൽ സെക്ഷനിലാണെങ്കിൽ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡെഫിനേഷൻ വായിച്ചാൽ കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ സോളിഡ് ബൗണ്ടറി സർഫസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ബൈ വിച്ച് സ്ട്രീം ലൈൻസ് ആർ ഷിഫ്റ്റഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഈ ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്, ഈ ഒരു വാല്യൂ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനിലുള്ള ഷിഫ്റ്റ് വരാൻ കാരണം എന്താ, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം ബൗണ്ടറി ലെയറിൽ എന്താണ്, ഒരു ഫ്ലൂയിഡ് റിട്ടാർഡേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫിസിക്കൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൻ്റെ. പിന്നെ വേറൊരു ആംഗിളിലും കൂടെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ആണ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ബൗണ്ടറി ഓഫ് ദി solid surface by which boundary of the solid surface should be displaced to compensate for reduction in flow rate on account of boundary layer formation. അതായത് ആ ബൗണ്ടറി ലെയർ ഫോർമേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് എന്താണ്, ഫ്ലോ റേറ്റിനൊരു റിഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സോളിഡ് സർഫസ് എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്യണം, അതാണ് ഫസ്റ്റത്തേൻ്റെ മീനിങ് എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്. Displacement thickness is defined as thickness of flow, അതായത് transverse distance measured perpendicular to boundary of solid surface moving at free stream velocity and having flow rate equal to loss in flow rate on account of boundary layer formation. ഓക്കെ, ഒരിക്കലോട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഈസ് ദ തിക്നെസ് ഓഫ് ഫ്ലോ. തിക്നെസ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫ്ലോ. ത്രൂ ഔട്ടായിട്ട് ഈ ഒരു ലൊക്കേഷനിൽ മൊത്തമായിട്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യുന്നത് എന്താണ്, ആ സോളിഡ് സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അത് തിക്നെസ് മെഷർ ചെയ്യുന്നത്. അതാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇനി ആ തിക്നെസ്, ഞാൻ ഈ കൺസിഡർ ചെയ്യുന്ന തിക്നെസ്, ഓക്കെ, ആ ഒരു തിക്നെസ്സിൽ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നെയാണ്. അതായത് ആ പ്ലേറ്റിലോട്ട് വരുന്ന അപ്കമിങ് വെലോസിറ്റി, ആ ഫ്രീ സ്ട്രീമിൻ്റെ പ്ലേറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഫ്ലൂയിഡിന് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ സ്ട്രീം എന്നാണ് പറയുക. അതിൻ്റെ വെലോസിറ്റി, ഫ്രീ സ്ട്രീം വെലോസിറ്റി ക്യാപിറ്റൽ യു വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഞാൻ ഈ കൺസിഡർ ചെയ്യുന്ന ഈ തിക്നെസ്സിൽ ഫ്ലോ എന്താണ്, ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. ഓക്കെ, തിക്നെസ് ഓഫ് ഫ്ലോ, ആ ഫ്ലോ മൂവ് ചെയ്യുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലാണ്. പിന്നെ ഇവിടുത്തെ ഫ്ലോ റേറ്റ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഫ്ലോ റേറ്റ് ഈ തിക്നെസ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഡെൽറ്റ സ്റ്റാറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യുന്ന സമയത്തില്ല ഇതിലൂടെയുള്ള ഫ്ലോ റേറ്റ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ആക്ച്വൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ട് ഒരു മാസ് ഫ്ലോ റേറ്റിനൊരു ലോസ് ഉണ്ടാവും. എത്രത്തോളമാണോ ആ ലോസ്, അത്ര ആ ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ റേറ്റാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഒരിക്കലും പറയാം. ഈ ഒരു ഡിസ്റ്റൻസ് ഡെൽറ്റ സ്റ്റാർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ചൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ആക്ച്വൽ കേസിൽ ആ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് ഉണ്ടാവും. ഓക്കെ, ലോസ് ഇൻ ഫ്ലോ ഉണ്ടാവും. അതിൻ്റെ വാല്യൂ എത്രയാണോ ആ സെയിം ഫ്ലോ റേറ്റ് ആയിരിക്കണം ഈ ഒരു തിക്നെസ്സിലൂടെ ഉണ്ടാവേണ്ടത്. പക്ഷേ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി. അത് കിട്ടുന്ന രീതിയിലുള്ള തിക്നെസ് എന്താണോ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്. ആ ഡെറിവേഷൻ്റെ സമയത്ത് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. കൺസിഡർ ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഹാവിങ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ഈക്വൽ ടു യു ഓവർ എ തിൻ സ്മൂത്ത് പ്ലേറ്റ്. ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അപ്കമിങ് ഫ്ലൂയിഡ്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി യു, ക്യാപിറ്റൽ ലെറ്റർ യു, അതാണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലീഡിങ് എഡ്ജ് കൺസിഡർ എ സെക്ഷൻ 1,1. ഇതാണ് ലീഡിങ് എഡ്ജ്. അവിടുന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഒരു 1,1 എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെയുള്ള ബൗണ്ടറി ലെയർ തിക്നെസ്, ഓക്കെ, ആ സെക്ഷൻ 1,1ലെ ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ, അതായത് ബി സി. ബി സി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് അവിടുത്തെ ബൗണ്ടറി ലെയർ തിക്നെസ്. ഇനി ഞാൻ അവിടെ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ്, ഇതതിൻ്റെ വെലോസിറ്റി പ്രൊഫൈലാണ്. ആ സെക്ഷൻ 1ലെ കറസ്പോണ്ടിങ് വെലോസിറ്റി പ്രൊഫൈൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് പ്ലേറ്റിൽ നിന്ന് വൈ ഡിസ്റ്റൻസിൽ ഡി വൈ തിക്നെസ്സിൽ ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ സ്ട്രിപ്പിലൂടെയുള്ള വെലോസിറ്റി സ്മോൾ ലെറ്റർ യു, ഫ്രീ സ്ട്രീം വെലോസിറ്റി ക്യാപിറ്റൽ ലെറ്റർ യു ആണ്, ഇവിടെയുള്ള വെലോസിറ്റി സ്മോൾ ലെറ്റർ യു. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഇവിടെ നോക്കുക.
ഓക്കെ, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ് പോവുക. ഓക്കെ, അതെന്താണ്? സ്മോൾ ലെറ്റർ ബി ആണ്. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഈ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് മീൻസ് ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോകുന്നത്, അതിന് ഈക്വൽ ആയിരിക്കും. കാരണം പ്ലേറ്റിൻ്റെ മുകളിലാണ് ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത്. ഇതാണ് വിഡ്ത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബി. ഇതതിൻ്റെ തിക്നെസ് dy. ഇനി ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ആ ഫ്ലോ നടക്കുന്നതിന് നോർമലായിട്ടുള്ള ഏരിയ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എന്ന് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് dy ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് ബി ആണ്. ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് അതിന് നോർമൽ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ആ ഏരിയ എന്ത് കിട്ടും? ബി ഇൻറ്റു dy എലമെൻ്റൽ സ്ട്രിപ്പിനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദ സ്ട്രിപ്പ്, ഇതിലൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉണ്ട്? മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു റോ എ വി. അതായത് റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇക്വേഷൻ. മാസ് ഫ്ലോ റേറ്റ് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ഇക്വേഷനാണ്. ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് എലമെൻ്റൽ സ്ട്രിപ്പ്. ഇതിലൂടെ ഡെൻസിറ്റി സിമ്പിൾ റോ, വെലോസിറ്റി ഈ ഒരു സ്ട്രിപ്പിലൂടെയുള്ള വെലോസിറ്റി ഞാൻ സ്മോൾ ലെറ്റർ യു ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഏരിയ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ബി ഇൻറ്റു dy. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കേസ്. ഇതിപ്പം ഈ ഒരു വെലോസിറ്റി പ്രൊഫൈൽ അവിടെ വരുന്നത്, അല്ലെങ്കിൽ ആ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വരാൻ കാരണം എന്താണ്? ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത കേസ്, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നില്ല. മീൻസ് ഇഫ് ദർ ഹാഡ് ബീൻ നോ പ്ലേറ്റ് then fluid would have been flowing with a constant velocity is equal to free stream velocity at section 1. പ്ലേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഈ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നില്ല, ത്രൂ ഔട്ട് എന്താ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക? ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലാണ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക, പ്ലേറ്റ് ഇല്ലാത്ത കേസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ എലമെൻ്റൽ സ്ട്രിപ്പ് എന്തായിരിക്കും? റോ ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്, ബി ഇൻറ്റു dy. വെലോസിറ്റി എന്തായി? ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയി, ക്യാപിറ്റൽ ലെറ്റർ യു ആയി. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇക്വേഷൻ നമ്പർ 1 കിട്ടിയത്. ഇതെന്താണ്? ആദ്യം ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്തിലെ മാസ് ഫ്ലോ റേറ്റ്, ഇത് ബൗണ്ടറി ലെയർ ഇല്ലാത്ത സമയത്ത്, ആ സമയത്തിലെ മാസ് ഫ്ലോ റേറ്റ്. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ രണ്ടിലും റോ കോമൺ ആണ്, ബി കോമൺ ആണ്, dy കോമൺ ആണ്. ആകെ വേരിയേഷൻ വരുന്നത് സ്മോൾ ലെറ്റർ യു ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ യു. ഇതിൽ ഏത് യു ആയിരിക്കും വലുത്? ക്യാപിറ്റൽ ലെറ്റർ യു ആയിരിക്കും വലുത്. കാരണം ഫ്രീ സ്ട്രീം വെലോസിറ്റി അതെന്തായാലും സ്മോൾ ലെറ്റർ യു എന്ന് പറയുന്നത് എന്തായാലും ഫ്രീ സ്ട്രീമിനെക്കാട്ടിയും കുറവാണ്. കാരണം ബൗണ്ടറി ലെയറിൻ്റെ ഉള്ളിലെ വെലോസിറ്റിയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്, അത് ഫ്രീ സ്ട്രീം വെലോസിറ്റിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണ്? ആ പ്ലേറ്റ് ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു റിഡക്ഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കൂടുതൽ ഇതിനെക്കാട്ടി. ഇത് കുറവായതുകൊണ്ട് ആ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലോ റേറ്റിന് ഒരു റിഡക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ ആദ്യം ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലോ ലോസ് ഉണ്ട്, അത് ഇക്വേഷൻ തന്നെ മനസ്സിലാവും. ആസ് യു ഈസ് മോർ ദാൻ, ആസ് ക്യാപിറ്റൽ ലെറ്റർ യു ഈസ് മോർ ദാൻ സ്മോൾ ലെറ്റർ യു, ഹെൻസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ദി പ്ലേറ്റ് ആൻഡ് കോൺസിക്വൻ്റ്ലി ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ബൗണ്ടറി ലെയർ there will be a reduction in mass flowing per second through the elemental strip. This reduction in mass per second flowing through elemental strip, എന്താ റിഡക്ഷൻ? ഇതാണ് ഹയർ വാല്യൂ, ഇതാണ് ലോവർ വാല്യൂ. ആ റിഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാ മതി, ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും റോ ബി ഇൻറ്റു യു മൈനസ് യു ഇൻറ്റു dy എന്ന് കിട്ടി. ഇനി ടോട്ടൽ റിഡക്ഷൻ, ഞാൻ ഒരു എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ റിഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ സെക്ഷൻ 1-1 അല്ലെങ്കിൽ ആ ബി ടു സി, ഇതാണ് ബൗണ്ടറി ലെയറിൻ്റെ റീജിയൻ എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റിഡക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇവിടെ 0 to ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ലെയർ തിക്നെസ്, ഇവിടെ ബി സി ആണ് ബൗണ്ടറി ലെയർ തിക്നെസ്. ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ റോ ബി യു മൈനസ് യു ഇൻറ്റു dy. ഇതിൽ റോ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ റോ കോൺസ്റ്റൻറ്റ്, അതേപോലെ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുന്നു. ഈക്വൽ ടു റോ ബി ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ യു മൈനസ് യു ഇൻറ്റു dy. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ ഒന്നുകൂടെ കിട്ടും, ഇതിൻ്റെ മീനിങ് കറക്റ്റ് കിട്ടുന്നുണ്ടാവും. സെക്കൻഡ് ഡെഫിനേഷനാണ് എഴുതിയിരിക്കുന്നത്. ഡിഫൈൻഡ് ആസ് എ തിക്നെസ് ഓഫ് ഫ്ലോ. തിക്നെസ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ എത്രത്തോളം തിക്കിലാണ് ഫ്ലോ ഉള്ളത്. മെഷർ ചെയ്യുന്നത് സോളിഡ് ബൗണ്ടറിക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് മൂവിങ് അറ്റ് ഫ്രീ സ്ട്രീം വെലോസിറ്റി,
ആൻഡ് ഹാവിങ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഇൻ ഫ്ലോ റേറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് ലോസ് ഇൻ ഫ്ലോ റേറ്റ് ഉണ്ട്, നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വാല്യൂം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ലെറ്റ് ദ പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ എ ഡിസ്റ്റൻസ്. പറഞ്ഞ സാധനം ആ തിക്നെസ് ഓഫ് ഫ്ലോ, പ്ലേറ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡെൽറ്റ സ്റ്റാർ. ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ഡെൽറ്റ സ്റ്റാർ. അതിലൂടെയുള്ള ഫ്ലോ വെലോസിറ്റി എന്താണ്? ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡെൽറ്റ സ്റ്റാറിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഇവിടെയുള്ള ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ആ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഫ്ലോ റേറ്റ് റിഡക്ഷൻ, ആ റിഡക്ഷൻ ഫ്ലോ റേറ്റ്, ഓക്കെ, അത്രയാണോ ആ സെയിം ഫ്ലോ റേറ്റ് ആയിരിക്കും ഇതിലൂടെ ഉണ്ടാവുക. അത് കിട്ടുന്ന രീതിയിലാണ് ഡെൽറ്റ സ്റ്റാർ വാല്യൂ എടുക്കേണ്ടത്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ഡിസ്റ്റൻസ് ഡെൽറ്റ സ്റ്റാർ, ഇതിലൂടെയുള്ള ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ സെയിം തന്നെ, ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് എലമെൻ്റൽ സ്ട്രിപ്പ്. ഓക്കെ, ഡെൻസിറ്റി റോ, ഇതിലൂടെയുള്ള ഇപ്പം വെലോസിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലാണ് ബൈ ഡെഫിനിഷൻ. ഫ്രീ സ്ട്രീം വെലോസിറ്റി യു ആണ്. ഇതിൻ്റെ ഇനി ഏരിയ എന്തായിരിക്കും? വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബി തന്നെ, അത് മാറുന്നില്ല. പക്ഷേ ഹൈറ്റ് എന്തായി? ഡെൽറ്റ സ്റ്റാർ. ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ഈ ഒരു ഡയറക്ഷനിൽ വിഡ്ത്ത്. അങ്ങനെയാണ് ഫ്ലോക്ക് നോർമലായിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി. ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം അത് ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇക്വേഷൻ 3 എന്തായിരുന്നു? ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്തിലെ റിഡക്ഷൻ ആയിരുന്നു. ഇക്വേഷൻ 4 എന്താണ്? ആ സെയിം മാസ് ഫ്ലോ റേറ്റ് കിട്ടുന്ന രീതിയിൽ ഞാൻ ആ ഡെൽറ്റ സ്റ്റാർ എന്ന് പറഞ്ഞ തിക്നെസ് എടുത്തത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് മാസ് ഫ്ലോ റേറ്റ് മീൻസ് രണ്ട് മാസ് ഫ്ലോ റേറ്റും സെയിം ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. റോ ബി 0 to delta u minus u dy is equal to rho into u into delta star into b. ഇതിൽ റോ ബി ഇവിടെയുണ്ട്, റോ ബി ഉണ്ട്, ഇവിടെയും റോ ബി ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തായാലും ഇൻ്റഗ്രൽ 0 to delta u minus u dy is equal to റൈറ്റ് സൈഡിൽ u into delta star. ഡെൽറ്റ സ്റ്റാർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്, അതാണ് കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ സ്റ്റാർ is equal to 1/u 0 to delta u minus u dy. ഇനി എന്താ? ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ അകത്തേക്ക് എടുക്കുക, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to delta u minus u dy by u. ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to delta 1 minus u by u into dy. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. അടുത്തത് മൊമെൻറ്റം തിക്നെസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ തീറ്റ. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെയിം മാനറിൽ തന്നെയാണ് ബാക്കി എല്ലാ കാൽക്കുലേഷൻസും പോകുന്നത്. അതിലെ ഡിഫറൻസ് എന്താണ്? ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് റിഡക്ഷൻ ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിന് റിഡക്ഷൻ സംഭവിക്കും. കാരണം എന്താ? വെലോസിറ്റി വേരിയേഷൻ അവിടെ വരുന്നുണ്ട്, റിഡക്ഷൻ ഇൻ വെലോസിറ്റി അവിടെ വരുന്നുണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. രണ്ട് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഡെഫിനിഷൻ, momentum thickness is defined as distance measured perpendicular to boundary of the solid body by which boundaries should be displaced to compensate for reduction in momentum. തൊട്ടുമുമ്പത്തെ കേസിൽ റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് ആയിരുന്നു, ഇവിടെ റിഡക്ഷൻ ഇൻ മൊമെൻറ്റം ഓഫ് ദി ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ആൻഡ് സെക്കൻഡ് ഡെഫിനിഷൻ, momentum thickness is defined as thickness of flow. നേരത്തെ പോലെ തന്നെ transverse distance measured perpendicular to boundary of the solid surface, moving at a free stream velocity and having momentum flux is equal to deficiency of momentum flux on account of boundary layer formation. നേരത്തെ പോലെ തന്നെയാണ് തിക്നെസ് ഓഫ് ഫ്ലോ തന്നെയാണ്. അവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. പക്ഷേ ഈ ഒരു തിക്നെസ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇവിടെയുള്ള മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റിഡക്ഷൻ ഇൻ മൊമെൻറ്റം ഒക്കെ, അല്ലെങ്കിൽ ലോസ് ഇൻ മൊമെൻറ്റം, അത് എത്രയാണോ ആ സെയിം മൊമെൻറ്റം പെർ സെക്കൻഡ് കിട്ടുന്ന രീതിയിലാണ് ഈ തീറ്റ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഡെഫിനേഷൻ വഴി വരുന്നത്. ഓക്കെ, ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, തൊട്ട് മുമ്പിലത്തെ സെയിം കേസ് തന്നെയാണ്. ഫ്ലാറ്റ് പ്ലേറ്റിലൂടെ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ബാക്കി പാരാമീറ്റേഴ്സൊക്കെ തൊട്ട് മുമ്പിൽ സെലക്ട് ചെയ്ത് എന്താണോ സെയിം വാല്യൂ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിൽ കാൽക്കുലേഷനിൽ വന്നതാണ്. ഏരിയ ഓഫ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി വൈ തന്നെയാണ്. അതുപോലെ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് റോ എ വി ഇക്വേഷൻ, ഇതെല്ലാം തൊട്ട് മുമ്പിൽ തന്നെയാണ്
ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ്, മൊമെൻറ്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസല്ല, മാസ് ഓഫ് ദ ഫ്ലൂയിഡ്, സോറി, മൊമെൻറ്റം ഓഫ് ദിസ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്ത് കിട്ടും? മാസിൻ്റെ എക്സ്പ്രഷൻ റോ യു ബി ഡി വൈ ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ഇല്ല വെലോസിറ്റി, അത് ശ്രദ്ധിക്കണം. ഇവിടെ ഇല്ല വെലോസിറ്റിയാണ് ഞാനിപ്പം പറയുന്നത്. എന്താണ് അത്? യു ആണ്. ഇനി മൊമെൻറ്റം ഓഫ് ദിസ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ബൗണ്ടറി ലെയർ. ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ബൗണ്ടറി ലെയർ ഇല്ല സമയത്താണ്. സെക്കൻഡ് കേസ് എന്താണ്? ബൗണ്ടറി ലെയർ ഇല്ലാത്ത സമയത്തില്ല മൊമെൻറ്റം. എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാസിൻ്റെ എക്സ്പ്രഷൻ എന്ന സമയത്ത് റോ ഇൻറ്റു ക്യാപിറ്റൽ യു അല്ല, സ്മോൾ യു തന്നെയാണ്. കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ആ സെയിം മാസിനുണ്ടാവുന്ന വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്ന സമയത്തിലെ മൊമെൻറ്റം ചേഞ്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റോ യു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു അങ്ങനെ വരുന്നത്. ബൗണ്ടറി ലെയർ ഇല്ലാത്ത സമയത്തിലെ മൊമെൻറ്റം റോ യു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് മൊമെൻറ്റം പെർ സെക്കൻഡ് ത്രൂ എലമെൻ്റൽ സ്ട്രിപ്പ് എന്തായിരിക്കും? റോ യു ബി ഡി വൈ ഇൻറ്റു യു മൈനസ് റോ യു ബി ഡി വൈ ഇൻറ്റു യു. ഇതെന്ന് വെച്ചാൽ ബൗണ്ടറി ലെയർ ഇല്ലാത്ത സമയത്ത്, ഇത് ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത്, ആ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ലോസ് ഓഫ് മൊമെൻറ്റം കിട്ടി. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും? റോ ബി യു ഇൻറ്റു യു മൈനസ് യു ഇൻറ്റു ഡി വൈ. ഇത് എലമെൻ്റൽ സ്ട്രിപ്പിന് മാത്രമാണ്. ഇനി ടോട്ടൽ ലോസ് ഓഫ് മൊമെൻറ്റം പെർ സെക്കൻഡ് ത്രൂ ബി സി, സെക്ഷൻ 1.1 ബി സി ത്രൂ ഔട്ടായിട്ട് ആ ഒരു ബൗണ്ടറി ലെയർ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല ലോസ് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. തൊട്ട് മുമ്പിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്സിന് ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ, പിന്നെ ഈ ഒരു വാല്യൂ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി ലെറ്റ് തീറ്റ ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ വിച്ച് പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് വേർ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി യു. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് തീറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അതിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി യുവിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്തായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസിലൂടെ മൂവ് ചെയ്യുന്നത് മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ തീറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ എന്താ? റോ ഇൻറ്റു എ ഇൻറ്റു വി. റോ ഇതിൽ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഡിസ്റ്റൻസിനെ എടുക്കുന്ന സമയത്ത് തീറ്റയാണ്, പിന്നെ അതിൻ്റെ പ്ലേറ്റിൻ്റെ വിഡ്ത്ത്, ഈ ഒരു ഡയറക്ഷനിലെ വിഡ്ത്ത്, ഏരിയയാണ് ചേഞ്ച് വരുന്നത്. പിന്നെ ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി. റോ ഇൻറ്റു തീറ്റ ഇൻറ്റു ബി, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി, ഈ ഒരു വെലോസിറ്റി എന്ത് കിട്ടും? റോ തീറ്റ ബി യു സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇക്വേറ്റിംഗ് 1 and 2, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേറ്റ് ചെയ്യുന്നത്. രണ്ടും എന്താണ്? സെയിം മൊമെൻറ്റം പെർ സെക്കൻഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും ഇക്വേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് റോ ബി പുറത്തെടുക്കുന്ന ക്യാൻസൽ ചെയ്യുന്നു. റോ ബി രണ്ടെന്ന് ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്തായാലും ഇത് ഇവിടെ തീറ്റ ഇൻറ്റു യു സ്ക്വയർ ആണ് റൈറ്റ് സൈഡിൽ. ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ. തീറ്റയാണ് കണ്ടുപിടിക്കുന്നത്. യു സ്ക്വയറിന് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന സമയത്ത് 1 യു സ്ക്വയർ. യു എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, ഇൻ്റഗ്രേഷൻ്റെ അകത്തേക്ക് എടുക്കുന്നു. എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് യു ഡി വൈ ബൈ യു സ്ക്വയർ. ഈ യു സ്ക്വയറിൽ ഒരു യുവിനെ ഞാൻ എന്താക്കി? ഈ യു ബൈ യു എന്നെഴുതി. മറ്റേ യുവിനെ കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നു. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു യു, ആ ഒരു യു ഞാനിവിടെ ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. മറ്റേതിനെ ഈ ഒരു ടേമിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? ഇത് ഡിവൈഡ് ചെയ്താൽ 1 ആയി. ഇത് ചെയ്താൽ യു ബൈ യു ഇൻറ്റു ഡി വൈ. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു 1 മൈനസ് സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു ഡി വൈ. ഇതാണ് മൊമെൻറ്റം തിക്നെസ്സിൻ്റെ എക്സ്പ്രഷൻ. അടുത്തത് എനർജി തിക്നെസ്, ഡെൽറ്റ ഡബിൾ സ്റ്റാർ. Okay, energy thickness is defined as distance measured perpendicular to boundary of solid body by which boundary should be displaced to compensate for reduction in kinetic energy of flowing fluid on account of boundary layer formation. ഇവിടെ എന്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന റിഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന അത്രത്തോളമാണ്. അതാണ് എനർജി തിക്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയാം. സെക്കൻഡ് ഡെഫിനേഷൻ, എനർജി തിക്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ തിക്നെസ് ഓഫ് ഫ്ലോ മൂവിങ് അറ്റ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ഹാവിങ് കൈനറ്റിക് എനർജി ഈക്വൽ ടു
ഡെഫിഷ്യൻസി ഓഫ് കൈനറ്റിക് എനർജി ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഈ ഒരു ഡിസ്റ്റൻസ് ഡെൽറ്റ സ്റ്റാർ എങ്ങനെ ചൂസ് ചെയ്യണം? ആ ഒരു ഡിസ്റ്റൻസിലൂടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? ഇവിടെ ഉണ്ടാകുന്ന എനർജി, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആക്ച്വൽ കേസിൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന റിഡക്ഷൻ്റെ വാല്യൂ എത്രയാണോ ആ സെയിം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി കിട്ടുന്ന രീതിയിൽ ഈ ഒരു ഡിസ്റ്റൻസ് ചൂസ് ചെയ്യണം. ആ ഡിസ്റ്റൻസാണ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ അല്ലെങ്കിൽ എനർജി തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റെപ്പൊക്കെ സെയിം തന്നെയാണ്. സെയിം പ്ലേറ്റ്, ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ വരുന്ന ബാക്കി പാരാമീറ്റേഴ്സൊക്കെ സെയിം. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് റോ യു ബി ഡി വൈ വരെ കിട്ടി. ഇനി കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ഹാഫ് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു യു സ്ക്വയർ. ഇത് എലമെൻ്റൽ സ്ട്രിപ്പിനാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻ്റൽ സ്ട്രിപ്പിനുള്ള കേസാണ് ഈ പറയുന്നത്. അതിലൂടെയുള്ള കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. ഓക്കെ, അത് കിട്ടി. ഇനി സെക്കൻഡ് കേസ് നോർമൽ ചെയ്യുന്നവർ തന്നെ ആദ്യം എലമെൻ്റൽ സ്ട്രിപ്പിലൂടെ ഉള്ളത്, പിന്നെ ബൗണ്ടറി ലെയർ ഇല്ലാത്ത സമയത്ത് എലമെൻ്റൽ സ്ട്രിപ്പിലൂടെ ഉള്ളത്. ഫസ്റ്റ് കേസ് ബൗണ്ടറി ലെയർ ഇല്ല സമയത്ത് എലമെൻ്ററി സ്ട്രിപ്പിലൂടെ എങ്ങനെയാണോ. സെക്കൻഡ് കേസ് ബൗണ്ടറി ലെയർ ഇല്ലാത്ത സമയത്ത്. ആ സമയത്ത് എന്തായിരിക്കും? ഈ ഒരു ടേം സെയിം തന്നെ ആയിരിക്കും. ചേഞ്ച് വരുന്നത് ഈ ഒരു വെലോസിറ്റിക്ക് ഹാഫ് ഇൻറ്റു റോ യു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ ബൗണ്ടറി ലെയർ ഇല്ലാത്ത സമയത്ത്. അങ്ങനെയാണെങ്കിൽ ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ലോസ് ഓഫ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ത്രൂ ദി എലമെൻ്റൽ സ്ട്രിപ്പ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ ഹാഫ് ഇൻറ്റു റോ യു ബി ഡി വൈ യു സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു റോ യു ബി ഡി വൈ ഇൻറ്റു സ്മോൾ യു സ്ക്വയർ. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഹാഫ് റോ യു ബി ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ മൈനസ് സ്മോൾ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഇനി ടോട്ടൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഫ്ലോയിങ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഓഫ് ഫ്ലൂയിഡ് പാസിങ് ത്രൂ ബി സി. ഇത് എലമെൻ്റൽ സ്ട്രിപ്പിലൂടെയുള്ള മാത്രമാണ്. ആ മൊത്തം ആ ബി സിയിലൂടെ കിട്ടണമെങ്കിൽ എന്താണ്? 0 to ഡെൽറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഒരു എക്സ്പ്രഷനെ 0 to ഡെൽറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇതിൽ ഹാഫ് റോ ബി പുറത്തെടുക്കുന്ന ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ യു ഇൻറ്റു യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡി വൈ. ഇക്വേഷൻ നമ്പർ 1. ഇനി നേരത്തെ മാതിരി തന്നെ ലെറ്റ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വിച്ച് പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് വേർ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി യു. ഓക്കെ, ഇനി ഇതിലൂടെയുള്ള കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് സെയിം സ്റ്റെപ്പാണ് എല്ലാത്തിനും ഫോളോ ചെയ്യുന്നത്. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ഡിസ്റ്റൻസ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ വിത്ത് വെലോസിറ്റി യു എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു മാസിൻ്റെ വെലോസിറ്റി സ്ക്വയർ. മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ഏരിയ എടുക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഏരിയ എന്തായിരിക്കും? ഇതാണ് ഹൈറ്റ് വരുന്നത്. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഈ ഒരു ഡയറക്ഷനിലെ വിഡ്ത്ത് എന്താണ്? നമ്മൾ ബി പ്ലേറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ വിഡ്ത്തിൻ്റെ ഈ ഒരു ഹൈറ്റ് ചെയ്താൽ എന്തായി? ആ ഫ്ലോ നടക്കുന്നതിന് നോർമലായിട്ട് വരുന്ന ഏരിയ മുമ്പ് ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന സെയിം ഏരിയ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ഏരിയ കിട്ടും. ഹാഫ് ഇൻറ്റു ഏരിയ എന്ന് വെച്ചാൽ ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻറ്റു ബി ഇൻറ്റു വെലോസിറ്റി. ഇവിടെയുള്ള വെലോസിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ് ഇൻറ്റു യു സ്ക്വയർ. എന്ത് കിട്ടും? ഹാഫ് റോ ബി ഡെൽറ്റ ഡബിൾ സ്റ്റാർ യു ക്യൂബ്. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്യുന്നു. സെയിം കൈനറ്റിക് എനർജി പെർ സെക്കൻഡാണ് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം തരുന്നത്. ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ ക്യാൻസൽ ചെയ്യുക. ഹാഫ് റോ ബി ക്യാൻസൽ ചെയ്യുന്നു. അതിന് ശേഷം എന്ത് ചെയ്താൽ ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു 1 ബൈ യു ക്യൂബ് ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ യു ഇൻറ്റു യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. യു ക്യൂബിനെ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നു. ഓക്കെ, അകത്തേക്ക് എടുത്ത് എഴുതി. ഇനി ചെയ്യുന്നത് വെച്ചാൽ ഈ യു ക്യൂബ് എന്ന് വെച്ചാൽ എന്താ എഴുതാം? യു ഇൻറ്റു യു സ്ക്വയർ എന്ന് എഴുതാം. ആ ഒരു യു ഇതിനെ ഡിവൈഡ് ചെയ്തു, ഫസ്റ്റത്തെ ടേം എഴുതിയിരിക്കുന്നത്. പിന്നെ യു സ്ക്വയറിനെ കൊണ്ട് എന്ത് ചെയ്തു? ക്യാപിറ്റൽ യു സ്ക്വയറിനെ കൊണ്ട് ഇവിടെയും ഇവിടെയും ഡിവൈഡ് ചെയ്യാം. യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. അതായത് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ യു ബൈ യു ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഇതാണ് എനർജി തിക്നെസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. ഇനി പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്, മൊമെൻറ്റം തിക്നെസ് ആൻഡ് എനർജി തിക്നെസ് ഫോർ ദി വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ബൗണ്ടറി ലെയർ ഗിവൺ ബൈ u by u is equal to y by delta, where u is the velocity at a distance y from the plate and u is equal to u at y is equal to delta, where delta is equal to boundary layer thickness.
ഓൾസോ കാൽക്കുലേറ്റ് ഡെൽറ്റ സ്റ്റാർ ബൈ തീറ്റ. ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്മോൾ യു എന്ന് പറയുന്നത് ആ പ്ലേറ്റ് സർഫസിന് വൈ ഡയറക്ഷൻ മെഷർ ചെയ്യുന്ന സമയത്ത് ആ വൈ ഡിസ്റ്റൻസിലെ വെലോസിറ്റിയാണ് സ്മോൾ യു. ക്യാപിറ്റൽ യു എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി. പിന്നെ ആ യുവിൻ്റെ വാല്യൂ, ഈ സ്മോൾ യു എന്ന് പറയുന്നത് വേരിയബിൾ, ക്യാപിറ്റൽ യു ഫിക്സഡ് വാല്യൂ. ആ സ്മോൾ യുവിൻ്റെ വാല്യൂ എന്താവും? ഫ്രീ സ്ട്രീം വെലോസിറ്റി ആവും. അപ്പോൾ ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എവിടെ എത്തുന്ന സമയത്ത് ബൗണ്ടറി ലെയർ തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആവുന്ന സമയത്ത്. ഓക്കെ, ജസ്റ്റ് ആ ബൗണ്ടറി ലെയർ തിക്നെസ്സിൻ്റെ ബേസിക് ഡെഫിനേഷനിൽ നമ്മൾ പറയുന്നത് 0.99 ടൈംസ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്നാണ്. ഒക്കെ പ്രശ്നമില്ല. ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എടുക്കുന്ന പക്ഷേ അങ്ങനെയല്ല, എന്താണ് ആക്ച്വൽ യു ആയിട്ട് തന്നെ എടുക്കുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ ഇപ്പം തൽക്കാലം ബൗണ്ടറി കണ്ടീഷൻ ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡെൽറ്റ സ്റ്റാർ ബൈ തീറ്റ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ് ഡിവൈഡ് ബൈ മൊമെൻറ്റം തിക്നെസ്. അതിനെ ഷേപ്പ് ഫാക്ടർ എന്നും കൂടെ പറയും. ഈ ഒരു റേഷ്യോ ആണ്, അതും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ യു ബൈ യു ഇസ് ഈക്വൽ ടു വൈ ബൈ ഡെൽറ്റ. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്. എക്സ്പ്രഷൻ എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ 1 മൈനസ് യു ബൈ യു ഡി വൈ ആണ് അതിൻ്റെ എക്സ്പ്രഷൻ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ യു ബൈ യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈ ബൈ ഡെൽറ്റ. ഓക്കെ, യു ബൈ യുവിൻ്റെ സ്ഥാനത്ത് വൈ ബൈ ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്യേ വേണ്ടു. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുന്ന സമയത്ത് ആ സെക്ഷനിൽ ബൗണ്ടറി ലെയർ തിക്നെസ് കോൺസ്റ്റൻ്റ് ആണ്. വേരിയബിൾ ആയിട്ട് വൈ ആണ് ഇതിൽ വേരിയബിൾ. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1 ഇൻറ്റു ഡി വൈ. ഡി വൈയുടെ ഇൻ്റഗ്രൽ എന്താണ്? വൈ ആണ്. വൈൻ്റെത് വൈ സ്ക്വയർ ബൈ 2. ബാക്കി ഡെൽറ്റ അവിടെയുണ്ട്. ഇനി അപ്പർ ലിമിറ്റ് ഡെൽറ്റ, ലോവർ ലിമിറ്റ് 0. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഇവിടെ ആദ്യം അപ്പർ ലിമിറ്റ് ഡെൽറ്റ മൈനസ് ഇതെന്ത് വരും? ഡെൽറ്റ സ്ക്വയർ ബൈ 2 ഡെൽറ്റ. ലോവർ ലിമിറ്റ് 0 ആണ്. അതുകൊണ്ട് എന്താ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ മൈനസ് ഡെൽറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 2. ഇനി മൊമെൻറ്റം തിക്നെസ്. ഇവിടെ ഡയറക്റ്റ് എക്സ്പ്രഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു ബൈ യു ഇൻറ്റു 1 മൈനസ് യു ബൈ യു ഡി വൈ. ഇതിൽ യു ബൈ യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? വൈ ബൈ ഡെൽറ്റയാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. ഈ യു ബൈ യുവിൻ്റെ സ്ഥാനത്ത് വൈ ബൈ ഡെൽറ്റ വന്നു. പിന്നെ ഈ യു ബൈ യുവിൻ്റെ സ്ഥാനത്തും വൈ ബൈ ഡെൽറ്റ. അതിന് ശേഷം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? വൈ ബൈ ഡെൽറ്റ മൈനസ് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെയും ഡെൽറ്റ കോൺസ്റ്റൻ്റ് തന്നെയാണ്. ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് എന്ന് പറയുന്നില്ല, സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. എനർജി തിക്നെസ് ആവുന്ന സമയത്ത് ഇപ്പം ഇതിൻ്റെ പ്രോബ്ലം ചെയ്യൽ സിമ്പിളാണ്. ഡയറക്റ്റ് ആ യു ബൈ യുവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു. ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ എനർജി തിക്നെസ്സിൻ്റെ എക്സ്പ്രഷൻ യു ബൈ യു 1 മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. എന്ത് ചെയ്യുക? എല്ലാ യു ബൈ യു കാണുന്ന സ്ഥലത്തും വൈ ബൈ ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ കിട്ടും, എനർജി തിക്നെസ്സിൻ്റെ വാല്യൂ. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഷേപ്പ് ഫാക്ടറാണ്, അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ ബൈ തീറ്റ. ഡെൽറ്റ സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, തീറ്റയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു. എത്ര വാല്യൂ കിട്ടുന്നത്? 3 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്, മൊമെൻറ്റം തിക്നെസ് ആൻഡ് എനർജി തിക്നെസ് ഫോർ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ബൗണ്ടറി ലെയർ ഗിവൺ ബൈ യു ബൈ യു ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ ബൈ ഡെൽറ്റ മൈനസ് വൈ ബൈ ഡെൽറ്റ ഹോൾ സ്ക്വയർ. സെയിം മോഡൽ ക്വസ്റ്റ്യൻ. ആകെ വ്യത്യാസം എന്താണ്? വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യു ബൈ യു ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ ബൈ ഡെൽറ്റ മൈനസ് വൈ ബൈ ഡെൽറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡെൽറ്റ സ്റ്റാർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതുക. അതിൽ യു ബൈ യു വരുന്ന സ്ഥാനത്ത് എന്താണ്? ഈ ഒരു വാല്യൂ ഇവിടെയാണ് 1 മൈനസ് യു ബൈ യു എന്ന് വെച്ചാൽ ആ വാല്യൂ മൊത്തമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു. ഇത് ഫസ്റ്റ് ടേം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ബാക്കി എന്ത് ചെയ്യുന്നു? ജസ്റ്റ് സോൾവ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്തത് മൊമെൻറ്റം തിക്നെസ്. മൊമെൻറ്റം തിക്നെസ്സിൻ്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. യു ബൈ യു ഇൻറ്റു 1 മൈനസ് യു ബൈ യു ഇൻറ്റു ഡി വൈ. ഇനി ഈ യു ബൈ യുവിൻ്റെ സ്ഥാനത്ത് എക്സ്പ്രഷൻ കൊടുത്തു. ഈ യു ബൈ യുവിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ആ എക്സ്പ്രഷൻ കൊടുത്തു. അതിനുശേഷം ഈ അകത്തെ ടേം എന്ത് ചെയ്തു? ഫസ്റ്റ് ടേം മൈനസ് വരും, പിന്നെ ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പിന്നെ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക.
അതിനുശേഷം ക്ലബ് ചെയ്യാൻ പറ്റുന്ന ടേംസ് ക്ലബ് ചെയ്യുക. അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് എന്ന് പറയുന്നില്ല, ചെയ്ത് നോക്കുക. അടുത്തത് എനർജി തിക്നെസ് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ഇക്വേഷൻ u/u 1 × 1 - u/u²/u², അല്ലെങ്കിൽ എന്താ പറയുക, u/u ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ നമുക്ക്. a²/b² എന്ന് വെച്ചാൽ a/b². അങ്ങനെ സമയത്ത് ഫസ്റ്റത്തെ ടേം u/u എന്ന് 1 - പിന്നെന്താ u/u എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ. ഓക്കെ, അത് ഹോൾ സ്ക്വയർ. ഇത് ഈ ഒരു ടേം, ഇതാണ് നമ്മുടെ u/u എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1 - പിന്നെ ഈ u/u സ്മോൾ u/U ഹോൾ സ്ക്വയർ, അതാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക, ഇതിന് a - b ഹോൾ സ്ക്വയർ ഫോർമാറ്റ്. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ഈ മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ കോമൺ ടേംസ് ക്ലബ് ആയിട്ട് എഴുതുന്നത്. അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ.